ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു സാധനം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇതാണ് ഉള്ളിത്തണ്ട്. നമ്മൾ ഇന്ന് ഉള്ളിത്തണ്ട് വെച്ചൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ. വളരെ നൈസായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നീട് ഇതിന് അരപ്പ് ആവശ്യമാണ്. അപ്പോൾ മിക്സഡ് ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെളുത്തുള്ളിയാണ്. പിന്നീട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലപോലെ പൊട്ടിച്ചെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുരിങ്ങയുടെ ഇലയും വറ്റൽമുളകുമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് കുറച്ചായതിനു ശേഷം സവാള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സവാളയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ നമ്മൾ ഇളക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇത് വേവിക്കുക. ഇതിൽ നിന്ന് ഒരുവിധം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. അരപ്പെല്ലാം അതിൽ നല്ലപോലെ ആവുന്ന രീതിയിൽ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ വേവിച്ചാൽ മതിയാകും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിത്തണ്ട് തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം.